ഹലോ മക്കളെ, നമ്മുടെ ക്ലാസ് 3 EVSലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഗ്രീൻ എർത്ത് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള ഒരു കുട്ടി ടോപ്പിക്കാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം, മാക്സിമം നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിലോട്ടും ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് പ്ലാന്റ്സിനെ കുറിച്ചിട്ടാണ്, സസ്യങ്ങളെ കുറിച്ചിട്ടാണ് അല്ലേ. അപ്പോൾ സസ്യങ്ങൾ നമ്മുടെ ചുറ്റും കാണുന്ന എല്ലാ പ്ലാന്റ്സും ഒരുപോലെയാണോ? അല്ല അല്ലേ, ഡിഫറൻസ് കുറേ ഉണ്ട്, പല വ്യത്യാസങ്ങളും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഓരോ ചെടികളും അതിൻ്റെ സൈസിനനുസരിച്ചും അതിൻ്റെ വലുപ്പത്തിനനുസരിച്ചും, സൈസ് എന്ന് പറഞ്ഞാൽ വലുപ്പം, അതുകൂടാതെ തന്നെ അതിൻ്റെ സ്റ്റെമ്മിൻ്റെ തിക്നെസ്സിനനുസരിച്ചും അതിൻ്റെ തണ്ടിന് എത്രത്തോളം കാഠിന്യമുണ്ട് എന്നതിനനുസരിച്ച് നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും, 3ആയിട്ട് തരംതിരിക്കാൻ പറ്റും. അതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം ചില ചെടികൾ നമ്മുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ അവർ കുഞ്ഞായിരിക്കും അല്ലേ, കുഞ്ഞായിരിക്കും. ഇപ്പം നമ്മുടെ ചീരയൊക്കെ നോക്കുകയാണെങ്കിൽ, ചീര, സ്പിനച്ച്, പിന്നെ അതുപോലെ നമ്മുടെ മുക്കുറ്റിയൊക്കെ നോക്കുകയാണെങ്കിൽ ഇവരുടെ സൈസ് എന്ന് പറഞ്ഞാൽ വളരെ സ്മോൾ ആയിരിക്കും അല്ലേ. ഇവരുടെ സൈസ് എന്ന് പറഞ്ഞാൽ സ്മോൾ ആയിരിക്കും, സ്മോൾ എന്ന് പറഞ്ഞാൽ ചെറുതായിരിക്കും. അപ്പൊ ഇവരെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവരെ എല്ലാവരെയും ഇങ്ങനെ കുഞ്ഞായിട്ട് കാണുന്നതും ഇപ്പൊ നമ്മുടെ ചീര, മുക്കുറ്റി ചെടി, ഇതിനൊക്കെ നമുക്ക് ഹെർബ്സ് എന്ന് പറയാം. മലയാളത്തില് ഔഷധി എന്ന് പറയാം, ഔഷധികളാണ്. കിട്ടിയോ? അപ്പൊ ഇതാണ് ഒന്നാമത്തെ ആള്. ഇനി നമ്മുടെ ചുറ്റും മീഡിയം സൈസിലുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും അല്ലേ. അപ്പൊ മീഡിയം സൈസിലുള്ള ഒരാളാണ് നമ്മുടെ ചെമ്പരത്തി. ഇപ്പൊ നമ്മുടെ ചെമ്പരത്തി നോക്കുകയാണെങ്കിൽ, നമ്മുടെ റോസ് നോക്കുകയാണെങ്കിൽ, ചെമ്പരത്തി, ഓക്കെ, റെഡി, ചെമ്പരത്തിയാന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഹിബിസ്കസ്, ചെമ്പരത്തി നോക്കുകയാണെങ്കിൽ ഇവരുടെ സൈസ് എന്തായിരിക്കും? മീഡിയം സൈസിലാണ് അല്ലേ, അല്ലെ? സ്മോളും അല്ല എന്നാലോ വലിയ ഹൈറ്റ് ഒന്നുമില്ല, ഒരു മീഡിയം സൈസിലാണ് കാണുന്നത്. സോ ഇവരെ നമുക്ക് എന്ത് പറയാം? രണ്ടാമത്തെ കാറ്റഗറി ആയിട്ടുള്ള ഷ്രബ്സ് എന്ന് പറയാം. ഷ്രബ്സ് എന്ന് പറഞ്ഞാൽ കുറ്റിച്ചെടികൾ, കുറ്റിച്ചെടികളാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കാറ്റഗറി. ഇനി മൂന്നാമത്തെ കാറ്റഗറിയാണ്, നമുക്കറിയാം നമ്മുടെ മാവ്, പ്ലാവ്, ഇതൊക്കെ നോക്കുകയാണെങ്കിൽ വലിയ ഹൈറ്റുള്ള ആൾക്കാരാണ് അല്ലേ. അപ്പൊ നമ്മുടെ മാവൊക്കെ നോക്കുകയാണെങ്കിൽ, ഇത് ബ്ലൂ കളർ മാവ്, മാംഗോ ട്രീ, മാവ്, ഇതെല്ലാം വരുന്നത് മൂന്നാമത്തെ കാറ്റഗറി ആയിട്ടുള്ള നമ്മുടെ ട്രീസിലാണ്, മരങ്ങൾ, മരങ്ങളിൽ വരുന്ന ആൾക്കാരാണ്. ഇങ്ങനെ 3ആയിട്ട് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഔഷധികൾ, കുറ്റിച്ചെടികൾ, മരങ്ങൾ, ഹെർബ്സ്, shrubs and trees. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതേ ഇങ്ങനെ ഒരു ഡയഗ്രാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിന് നമുക്ക് എന്ത് ചെയ്യണം? മാച്ച് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കിക്കുക, ഔഷധി എന്ന് പറഞ്ഞാൽ ഹെർബ്സ് ആണ്. ഇനി അടുത്തതാണ് മരങ്ങൾ എന്ന് പറഞ്ഞാൽ ട്രീസ് ആണ്. കുറ്റിച്ചെടികളെയാണ് നമ്മൾ shrubs എന്ന് പറയാം. ഓക്കെ, സോ ഇവിടെ നമുക്ക് ആദ്യം ആൽമരം കാണാം. അതെന്താണ്? ഒരു മരമാണ്. ഇനി അടുത്ത നമ്മുടെ കോക്കനട്ട് ട്രീ അല്ലേ, കോക്കനട്ട് ട്രീ ആണ്, തെങ്ങാണ്, തേങ്ങ മരമല്ല, തെങ്ങാണ്. ഇനി അടുത്ത നമ്മുടെ മുക്കുറ്റി ആണെങ്കിലോ അതൊരു ഹെർബാണ് അല്ലെ, അതൊരു ഔഷധിയാണ്. നെല്ലാണെങ്കിലും ചെറുതല്ലേ, അപ്പൊ അതും എന്താണ്? ഒരു ഹെർബ്സ് ആണ്, ഔഷധിയാണ്. ചെമ്പരത്തി ആണെങ്കിലോ അത് ഷ്രബ്സ് ആണ്. ഇത് ചെമ്പരത്തി അല്ല, റോസ് അല്ലെ, റോസ് എന്താണ്? നമ്മുടെ ഷ്രബ്സ് ആണ്. ഇനി നമ്മുടെ തെച്ചിപ്പൂവാണെങ്കിലോ അതും ഷ്രബ്സ് ആണ്. ചീരയാണെങ്കിൽ അത് ഔഷധിയാണ്. ഓക്കെ, അപ്പൊ സ്മോൾ ആണെങ്കിൽ അത് ഹെർബ്സ് ആണ്, മീഡിയം സൈസ്ഡ് ആണെങ്കിലോ അത് ഷ്രബ്സ് ആണ്, ദെൻ ലാർജ് ആണെങ്കിലോ അത് ട്രീസ് ആണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കൾ എല്ലാവരും ഒരു ട്രീക്ക് ഒരു എക്സാമ്പിളും അതുകൂടാതെ തന്നെ ഒരു ഷ്രബ്സിന് ഒരു എക്സാമ്പിളും കൂടി നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? കമൻറ്റ് ചെയ്യാം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇനി നമുക്കിതേ അടുത്ത വീഡിയോയിൽ കാണാം. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്യുക.